ഹായ്, ഇപ്പോൾ ഇസ്രായേൽ പാലസ്തീൻ യുദ്ധം തുടങ്ങി കഴിഞ്ഞ 4 മാസമായിട്ട് യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു 4 മാസത്തിലും നിങ്ങൾ ഏതൊരു ന്യൂസ് ചാനൽ എടുത്തു കഴിഞ്ഞാലും, അതായത് ഹമാസിനെ സപ്പോർട്ട് ചെയ്യുന്ന ന്യൂസ് ചാനലുകൾ എടുത്തു കഴിഞ്ഞാൽ അവർ പറയുന്ന ഒരു ന്യൂസാണ്, അതായത് ഇസ്രായേൽ ഇവിടെ തോറ്റുകൊണ്ടിരിക്കുകയാണ്. അതായത് ഹമാസിനെ അവർക്ക് ഒന്നും തന്നെ ചെയ്യാൻ കഴിയുന്നില്ല, ഹമാസിൻ്റെ ഒന്നും തന്നെ അവർക്ക് ഇതുവരെയും തകർത്തെറിയാൻ സാധിച്ചിട്ടില്ല, ഹമാസാണ് ഈ യുദ്ധത്തിൽ ജയിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞിട്ടുള്ള ന്യൂസുകൾ നിങ്ങൾക്ക് അൽ ജസീറ പോലെയുള്ള റിപ്പോർട്ടുകൾ നിങ്ങൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൂടുതലും അതിൽ നിന്നാണ് വരുന്നത്. എന്നാൽ ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യുന്ന വെസ്റ്റേൺ മീഡിയസ് ആയിക്കോട്ടെ, അതുപോലെ തന്നെ ഇസ്രായേലിൻ്റെ സ്വന്തം ട്വിറ്റർ ഹാൻഡിലെല്ലാം നിങ്ങൾ എടുത്തു നോക്കുകയാണെങ്കിൽ, ഞങ്ങളാണ് ജയിക്കുന്നത്, ഞങ്ങളാണ് വിജയിച്ചുകൊണ്ടിരിക്കുന്നത്, ഹമാസിന് ഞങ്ങളെ ഒന്നും തന്നെ ചെയ്യാൻ സാധിക്കുന്നില്ല, അതായത് ഞങ്ങൾ കുറച്ച് താമസം, അതായത് ഈ യുദ്ധം ജയിക്കാൻ വേണ്ടി കുറച്ച് താമസം ആകുന്നുണ്ടെങ്കിലും അത് ഞങ്ങൾ പൂർണ്ണമായിട്ടും ഇല്ലാണ്ടാക്കാൻ വേണ്ടിയാണ്, ആ ഒരു സ്ട്രാറ്റജി കൊണ്ടാണ് ഞങ്ങൾ ഇത്രയും ലേറ്റായി എടുക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് അവരും അവരുടെ ഭാഗത്ത് പറയുന്നു. പക്ഷേ ഇതിൽ ആരുടെ ഭാഗത്താണ് ജയം ഉള്ളത്? അപ്പോൾ രണ്ട് ഭാഗത്തുള്ള മീഡിയാസും അവരുടെ ഭാഗമാണ് ജയിക്കുന്നത് എന്ന് പറയുന്ന ഒരു ന്യൂസ് ആൾക്കാരുടെ ഇടയിലോട്ട് പടർത്തിക്കൊണ്ടിരിക്കുകയാണ്. ശരിക്കും ഇതിൽ ഇസ്രായേലാണോ ഹമാസാണോ ഇതുവരെ ജയിക്കുന്നത്? അതുമാത്രമല്ല, അടുത്തൊരു മാസം എന്ന് പറയുന്നത് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം, അതുപോലെ തന്നെ ഹമാസും അതുപോലെ തന്നെ പാലസ്തീൻ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കഠിനമായ ഒരു മാസമാണ് വരാൻ പോകുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ, അതായത് മുസ്ലിംസിൻ്റെ എല്ലാം ഹോളി മന്തായി കരുതപ്പെടുന്ന റമദാൻ നടക്കുന്നത് അടുത്ത മാസമാണ്, അതായത് റമദാൻ വരുന്നത് അടുത്ത മാസമാണ്. അപ്പോൾ ഈ ഒരു മാസത്തിലാണ് ഇത്രയും നാടും, അതായത് ഇസ്രായേൽ ഈ ഒരു യുദ്ധം നീണ്ടു വലിച്ചു കൊണ്ടുപോയിട്ടുണ്ടെങ്കിലും ഈ ഒരു മാസത്തിന് വേണ്ടിയായിരുന്നു അവർ സ്പെഷ്യലായും ടാർഗറ്റ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു മാസത്തേക്ക് വേണ്ടി ഇസ്രായേൽ പല പ്ലാനുകളാണ് അവർ ഒരുക്കിയിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു പ്ലാനുകളുടെ എല്ലാം ഷോർട്ട് ലിസ്റ്റ് ഇപ്പോൾ സോഷ്യൽ മീഡിയ എല്ലാം സ്പ്രെഡ് ആയിക്കൊണ്ടുവരുന്നു. അപ്പോൾ റമദാൻ മാസത്തിൽ ഇസ്രായേൽ എങ്ങനെയൊക്കെയാണ് അവിടെ ജനങ്ങളെ ക്രൂരതപ്പെടുത്താൻ പോകുന്നത് ഉള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഇന്നത്തെ ഈ വീഡിയോ ഡീറ്റെയിൽ ആയി ഡിസ്കസ് ചെയ്യാൻ പോകുന്നുണ്ട്. അതിനു മുമ്പ് തന്നെ, അതായത് ഇതുവരെ നടന്ന യുദ്ധത്തിൽ ആർക്കാണ് ഇപ്പോൾ മുൻതൂക്കമുള്ളത് ഉള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ട് ലാസ്റ്റ്, അതായത് ഇസ്രായേൽ റമദാൻ മാസത്തിൽ എന്തെല്ലാം പ്ലാനുകൾ വെച്ചിട്ടുണ്ട് ഉള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം. അപ്പോൾ ഈ വീഡിയോ തീർച്ചയായിട്ടും അൺബയസ്ഡ് ആണ്, അതായത് ജനങ്ങൾക്ക് എന്താണ് യഥാർത്ഥത്തിൽ ഗാസയിൽ നടക്കുന്ന ഉള്ള കാര്യങ്ങൾ നമ്മൾ ഈ വീഡിയോ ക്ലിയർ പിക്ചറായിട്ട് നമ്മൾ പറഞ്ഞു തരുന്നതാണ്. അപ്പോൾ തീർച്ചയായിട്ടും അൺബയസ്ഡ് ആണ്. ഇതിലുള്ള വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാണ് എന്നുണ്ടെങ്കിൽ ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തതാണ് താഴെ തംസ് ബട്ടൺ സബ്സ്ക്രൈബ് ആൻഡ് ബെൽ ഐക്കൺ ഒക്കെ പ്രസ് ചെയ്യാൻ മറക്കരുത്. ഇപ്പോൾ വീഡിയോട്ട് കിടക്കാം. All of it closely, I played it innocent, a feel of discontent, I'm finally facing it all. അപ്പോൾ ഈ ഒരു യുദ്ധം ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രധാനമായിട്ട് ഒരു യുദ്ധം തന്നെയാണ്. കാരണം അവരുടെ ഒരു നിലനിൽപ്പിൻ്റെ പ്രശ്നമായിട്ടാണ് ഇസ്രായേൽ കരുതുന്നത്. അതുപോലെ തന്നെ പാലസ്തീനിലെ ജനങ്ങളെ വെച്ച് നോക്കുമ്പോൾ അവർക്ക് അതൊരു ക്രൂഷ്യൽ സ്റ്റേജ് തന്നെയാണ്. കാരണം അവർ ജീവിച്ചുകൊണ്ടിരിക്കുന്ന അവരുടെ സ്വന്തം ഭൂമി ഇല്ലാണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ രണ്ടുപേരും ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും വിട്ടുകൊടുക്കുന്ന ഒരു സാഹചര്യമില്ല. അപ്പോൾ എന്ത് തന്നെയാണെങ്കിലും, അതായത് ഇതുവരെ, അതായത് ഈ യുദ്ധം തുടങ്ങി ഏകദേശം 4 മാസത്തോളം പിന്നിടുമ്പോൾ ആരുടെ ഭാഗത്താണ് ജയം എന്ന് നമുക്ക് നോക്കാം. അതിനു മുമ്പ് തന്നെ, അതായത് ഈ യുദ്ധം പൂർണ്ണമായിട്ടും കംപ്ലീറ്റ് ആവണമെങ്കിൽ ഇസ്രായേൽ പറയുന്ന ഒരു 9 ഡിമാൻഡുകളുണ്ട്. അപ്പോൾ ആ ഒരു 9 ഡിമാൻഡുകൾ ഇസ്രായേൽ എത്രമാത്രം വിജയിച്ചു എന്ന് നമുക്ക് നോക്കാം. അതിനുശേഷം നമ്മൾ ഇപ്പോഴുള്ള കറണ്ട് സിനാരിയോയും കൂടെ പറയും. അതിനുശേഷം റമദാൻ മാസത്തിൽ ഇസ്രായേൽ നടത്താനിരിക്കുന്ന ആ ഒരു പ്ലാനിനെ കുറിച്ച് നമ്മൾ പറയുന്നതാണ്. അപ്പോൾ വീഡിയോ കഴിയുന്നതും സ്കിപ്പ് ചെയ്യാതെ കാണുക. അതുപോലെ തന്നെ ഈ വീഡിയോ തീർച്ചയായിട്ടും യൂട്യൂബ് എന്തായാലും റെക്കമെൻഡേഷനിൽ വിടില്ല, അതായത് വളരെ വ്യൂസ് വളരെ കുറവായിരിക്കും എന്ന് എനിക്കറിയാം. അതുപോലെ തന്നെ ഇതിൻ്റെ മോണിറ്റൈസേഷൻ പോലും ചിലപ്പോൾ ഡിമോണിറ്റൈസ് ആയി പോകാനും ചാൻസസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ കാണുന്ന എല്ലാവരും തന്നെ ഈ ഒരു വീഡിയോ മാക്സിമം ഷെയർ ചെയ്യാൻ ശ്രമിക്കുക. എന്നാൽ മാത്രമോ അവിടെ നടക്കുന്ന കറണ്ട് സിനാരിയോ എന്താണെന്ന് എല്ലാവർക്കും അറിയാൻ കഴിയുള്ളൂ. അപ്പോൾ ഇപ്പോൾ വീഡിയോ ഇട്ട് കിടക്കാം. അപ്പോൾ ഈ ഒരു യുദ്ധം തുടങ്ങിയപ്പോൾ ഇസ്രായേൽ പറഞ്ഞ ആദ്യത്തെ ഒരു കാര്യം എന്തായിരുന്നു എന്ന് വെച്ചാൽ, അതായത് നിങ്ങൾ പ്രസ് മീറ്റിലെല്ലാം കണ്ടു, അതെ, ഇസ്രായേൽ പ്രൈം മിനിസ്റ്റർ പറഞ്ഞ പോലെ തന്നെ ഡിസ്ട്രോയ് ഹമാസ്. അവരുടെ മെയിൻ ലക്ഷ്യം എന്ന് പറയുന്നത് ഹമാസ് എന്ന് പറയുന്ന ആ ഒരു സംഘടനയെ ലോകം മൊത്തം തീവ്രവാദി സംഘടനയായി അറിയിക്കുകയും വേണം. അതുപോലെ തന്നെ ഹമാസ് ഇനി ഒരു 50 വർഷത്തിന് വേണ്ടി ഇസ്രായേലിന് എതിരെ ഒരു ആയുധം പോലും ഏന്താൻ പാടില്ല. ഇത് തന്നെയാണ് അവരുടെ പ്രധാന ലക്ഷ്യവും. അപ്പോൾ അതിൽ എത്രമാത്രം അവർ വിജയിച്ചു എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ കഴിഞ്ഞ 4 മാസമായിട്ട് ഈ യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു 4 മാസ യുദ്ധത്തിൽ ഹമാസിൻ്റെ ഭാഗത്തുനിന്ന് അവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഏകദേശം 6000 ഹമാസ് ഫൈറ്റേഴ്സ്, അതായത് ഹമാസിൻ്റെ സോൾജേഴ്സായ 6000 പേര് മരണപ്പെട്ടു എന്നാണ് ഹമാസ് പറയുന്നത്. എന്നാൽ IDFൻ്റെ റിപ്പോർട്ട് എടുത്ത് നോക്കുമ്പോൾ IDF പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, അതായത് ഹമാസ് പകുതി പോലും ഇതിൽ കാണിക്കുന്നില്ല. അവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഏകദേശം 12,000
അധികം ഹമാസ് ഫൈറ്റേഴ്സിനെ അവർ കൊന്നൊടുക്കി എന്നാണ് പറയുന്നത്. അപ്പോൾ ഹമാസ് ഫൈറ്റേഴ്സ് ഏകദേശം 30,000 പേരാണുള്ളത്. അതിൽ ഏകദേശം 12,000-ഓളം കൊന്നൊടുക്കി എന്നാണ് IDF പറയുന്നത്. പല വേൾഡ് ഓർഗനൈസേഷൻ്റെയും അടിസ്ഥാനത്തിൽ ഒരു കണക്കെടുത്ത് നോക്കുകയാണെങ്കിൽ ഹമാസിൻ്റെ ഒരു 8,000 to 9,000 ഫൈറ്റേഴ്സ് മരണപ്പെട്ടതായിട്ടാണ് അവരുടെ റിപ്പോർട്ടുകൾ പറയുന്നത്. അതായത് ഇസ്രായേൽ 12,000-ലും പറയുന്നുണ്ട്, ഹമാസ് 6,000-ലും. എങ്ങാനും നമ്മൾ ഒരു എസ്റ്റിമേറ്റ് വെച്ച് നോക്കുകയാണെങ്കിൽ 8,000 തൊട്ട് 9,000 ഹമാസ് ഫൈറ്റേഴ്സിനെ ഇസ്രായേൽ കൊന്നൊടുക്കാൻ ഇസ്രായേലിന് സാധിച്ചു എന്നുള്ളതാണ് ഇതിൽ ഇസ്രായേലിൻ്റെ ഏറ്റവും വലിയൊരു വിജയമായി കരുതുന്നത്. ഇത് മാത്രമല്ല, ഈ ഒരു വാർ തുടങ്ങിയപ്പോൾ തന്നെ ഇസ്രായേൽ മാക്സിമം ടാർഗറ്റ് ചെയ്തത് അവിടെയുള്ള ഇൻഫ്രാസ്ട്രക്ചറാണ്. അതായത് ഹമാസിൻ്റെ എല്ലാവിധ ഇൻഫ്രാസ്ട്രക്ചറും അവർ തകർക്കാനാണ് അവർ ആദ്യം തൊട്ടേ ശ്രമിച്ചു വരുന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ ഈ ഒരു റിപ്പോർട്ട് എടുത്ത് നോക്കുമ്പോൾ വരെ ഏകദേശം 100-ലും അധികം ടണൽ സ്ട്രക്ചറാണ് അവർ കണ്ടുപിടിച്ച് അതിൻ്റെ വീഡിയോസ് സഹിതം പുറത്തുവിട്ടതിന് ശേഷം അതിനെല്ലാം തകർത്ത് കളഞ്ഞത്. അതുമാത്രമല്ല, ഇതുകൂടാതെ അതായത് ഇറാനാണ് കൂടുതലും ഈ ഹമാസിനെ സപ്പോർട്ട് ചെയ്യുന്നത് എന്നുള്ളൊരു ആക്ഷേപം ഒരു അമേരിക്കൻ്റെ ഭാഗത്തുനിന്നും അതായത് വെസ്റ്റേൺ മീഡിയസ് എല്ലാം പറയുന്നുണ്ട്. അപ്പോൾ ഇതിൽ എല്ലാം തന്നെ ഇറാൻ ഡയറക്റ്റ് സപ്പോർട്ട് ചെയ്യുന്നില്ലെങ്കിലും ഇറാൻ ബാക്കപ്പ് ചെയ്യുന്ന ഹിസ്ബുള്ളയും ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഹൂത്തിയും ഇതിൽ വലിയ രീതിയിലുള്ള പ്ലേ ചെയ്യുന്നുണ്ട്. എങ്കിൽ പോലും അതായത് ഹമാസിന് വലിയ രീതിയിലുള്ള ഒരു ഡിഫീറ്റ് ഇസ്രായേലിനെതിരെ കൊടുക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. അപ്പോൾ ഇതെല്ലാം എല്ലാവരും പറയും, അതായത് ഞാനൊരു പ്രോ പാലസ്തീൻ ആയതുകൊണ്ടാണ് ഇതെല്ലാം പറയുന്നത്. എന്നാൽ ഇത് തന്നെയാണ് സത്യാവസ്ഥ. നിങ്ങളെ എല്ലാവരും അതായത് ഹമാസാണ് ജയിക്കുന്നത് എന്ന് പറഞ്ഞ് വിശ്വസിപ്പിക്കുന്നുണ്ടെങ്കിൽ അത് പൂർണ്ണമായിട്ടും ഒരു ശുദ്ധ മണ്ടത്തരം തന്നെയാണ്. അപ്പോൾ ഇതിനുള്ള ഉദാഹരണങ്ങളെല്ലാം നിങ്ങൾ ഈ വീഡിയോ ഫുള്ളായിട്ടും കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇത് വിശ്വസിക്കണോ വേണ്ടയുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് തീരുമാനിക്കാം. സലീൽ അൽ അസൂരി എന്ന് പറയുന്ന അദ്ദേഹത്തിനെ കൊലപ്പെടുത്തിയത്, അതായത് ഇസ്രായേൽ ഫോഴ്സ് അദ്ദേഹത്തിനെ കൊലപ്പെടുത്തിയത്, ഇദ്ദേഹം ആരായിരുന്നു എന്ന് വെച്ചാൽ ഹമാസിൻ്റെ ഒരു ചീഫ് കമാൻഡോ ഓഫീസറും കൂടിയായിരുന്നു. അതായത് ഹമാസിൻ്റെ ഏറ്റവും വലിയൊരു ചീഫ് ഡെപ്യൂട്ടി ലീഡറും കൂടിയായിരുന്ന ഇദ്ദേഹത്തിനെ ഇസ്രായേൽ ഫോഴ്സ് കൊന്നുകളഞ്ഞു. അപ്പോൾ ഇത് ഹമാസിനെ സംബന്ധിച്ചിടത്തോളം അതുപോലെ തന്നെ ഹിസ്ബുള്ളയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയൊരു നഷ്ടമായിട്ടാണ് അവർ കരുതപ്പെടുന്നത്. കാരണം അവരുടെ പ്രധാനപ്പെട്ട ഒരു നേതാവിനെയാണ് ഇസ്രായേൽ കൊന്നൊടുക്കിയത്. അതുമാത്രമല്ല, ഇതിനൊപ്പം തന്നെ അതായത് ഇസ്രായേൽ ഈ ഒരു ഫോഴ്സ് മൊത്തമായിട്ടും അവർ കളമിറങ്ങിയതിന് ശേഷം അവിടെയുള്ള കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്ക് പൂർണ്ണമായിട്ടും അവർ ഇല്ലാണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു കമ്മ്യൂണിക്കേഷൻ ഇല്ലാണ്ടാവുന്നതുകൊണ്ട് തന്നെ ഹമാസിന് കൂടുതലായിട്ടും വേറെ സോഴ്സസ് പുതിയതായി കണ്ടുപിടിക്കേണ്ടി വരുന്നു. ഇതുകൊണ്ട് പല കമ്മ്യൂണിക്കേഷനും ലേറ്റായിട്ടാണ് പലയിടത്തും എത്തിച്ചേരുന്നത് എന്ന് പറയുന്ന ഒരു ന്യൂസസും ഇപ്പോൾ സോഷ്യൽ മീഡിയയിലെല്ലാം സ്പ്രെഡ് ആവുന്നുണ്ട്. ഇനി രണ്ടാമത്തെ അവരുടെ ഏറ്റവും വലിയൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ അതായത് അവിടെയുള്ള ഗവൺമെൻറ്റിനെ ഡിസ്മാൻഡിൽ ചെയ്യണം. അതായത് ഇപ്പോൾ നടക്കുന്ന ഹമാസിനെ സപ്പോർട്ട് ചെയ്യുന്ന ആ ഒരു ഗവൺമെൻറ് ഫുള്ളായിട്ടും അവർ തകർത്ത് കളയണം എന്നുള്ളതാണ് അവരുടെ രണ്ടാമത്തെ ലക്ഷ്യം. അപ്പോൾ ഇതിൽ അവർ വിജയിച്ചു എന്ന് വെച്ചാൽ ഏറെക്കുറെ അവർ പൂർണ്ണമായിട്ടും വിജയിച്ചു എന്ന് തന്നെ നമുക്കിവിടെ പറയാം. അപ്പോൾ ഈ യുദ്ധം തുടങ്ങി കഴിഞ്ഞിട്ട് നമ്മൾ ന്യൂസ് റിപ്പോർട്ടുകൾ എടുത്തു നോക്കുകയാണെങ്കിൽ അതായത് ഗാസയിൽ നിന്ന് വരുന്ന റിപ്പോർട്ടെല്ലാം അത്ര പ്ലസൻ്റ് ആയിട്ടുള്ള റിപ്പോർട്ടല്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അവിടെയുള്ള ഗവൺമെൻറ്റിന് തന്നെ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യാൻ കഴിയുന്നില്ല. അതായത് ഹമാസാണ് ഏറ്റവും വലിയ തീരുമാനങ്ങളെല്ലാം എടുക്കുന്നതും അതുപോലെ തന്നെ ഗവൺമെൻറ് അവിടെ ഒരു ഡമ്മി പോലെയാണ് പ്രവർത്തിക്കുന്നത്. ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് അമേരിക്കൻ്റെ റിപ്പോർട്ട് എടുത്തു നോക്കുകയാണെങ്കിലും അവരും പറഞ്ഞ അതേ കാര്യം തന്നെയാണ്. അതായത് ഗാസയിലുള്ള ആ ഒരു ഗവൺമെൻറ്റിനെ ഫുള്ളായിട്ട് നമ്മൾ എടുത്തു കളയുന്നത്. അത് പറഞ്ഞ് ഏതാനും ദിവസങ്ങൾക്കകം തന്നെയാണ് അവിടെയുള്ള ഗവൺമെൻറ് ഫുള്ളായിട്ടും റിസൈൻ ചെയ്തത്. അപ്പോൾ ഈ ഒരു ന്യൂസ് എല്ലാം എത്രമാത്രം സ്പ്രെഡായി എന്നറിയില്ല. അതായത് അവിടെയുള്ള ഗവൺമെൻറ് ഫുള്ളായിട്ടും റിസൈൻ ചെയ്തു. അതിന് പകരം ഇപ്പോൾ പുതിയൊരു ഗവൺമെൻറ് വരാൻ വേണ്ടി നിൽക്കുകയാണ്. ഇനി മൂന്നാമതായിട്ട് അവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അതായത് ഒക്ടോബർ 7-ാം തീയതി ഏകദേശം 250-ലും അധികം ആൾക്കാരെയാണ് ഹോസ്റ്റേജസിനെയാണ് ഈ ഹമാസ് ആൾക്കാർ പിടിച്ചുകൊണ്ട് പോയിരിക്കുന്നത്. അപ്പോൾ ഹോസ്റ്റേജ് സ്വാപ്പ് മൂലം തിരിച്ച് ഈ 250 ആൾക്കാരെയും തിരിച്ച് ഇസ്രായേലിലോട്ട് കൊണ്ടുവരേണ്ടതാണ് അവരുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഒരു കാര്യത്തിനും കൂടിയാണ് അവർ യുദ്ധം നടത്തുന്നത് എന്നാണ് അവിടെയുള്ള പ്രൈം മിനിസ്റ്ററായ നെതന്യാഹു ഓപ്പണായിട്ട് പറയുന്നത്. അപ്പോൾ ഇതിൽ എത്രമാത്രം സക്സസ് ആയി എന്ന് വെച്ചാൽ അതായത് ഹോസ്റ്റേജ് സ്വാപ്പ് 2-3 തവണ നടന്നു. അതായത് ഹോസ്റ്റേജ് സ്വാപ്പ് നടത്തിയെങ്കിലും ഏകദേശം 100 ഹോസ്റ്റേജസിന് മാത്രമേ ഹമാസ് ഇതുവരെയും റിലീസ് ചെയ്തിട്ടുള്ളൂ. ഇനി 135 പേരോളം കൂടെ ഇസ്രായേലിന് കിട്ടേണ്ടതായിട്ടുണ്ട്. അതായത് തിരിച്ച് ഹോസ്റ്റേജിനെ കൊണ്ടുവരേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇതിനു വേണ്ടിയാണ് ഇസ്രായേൽ ഇപ്പോൾ നടക്കുന്നത്. പക്ഷേ ഇപ്പോഴുള്ള സാഹചര്യം എടുത്തു നോക്കുകയാണെങ്കിൽ ഇനി ഒരു ഹോസ്റ്റേജ് സ്വാപ്പ് നടക്കാൻ തന്നെ ചാൻസസ് കുറവാണ് എന്നാണ് ഖത്തർ പോലെയുള്ള രാജ്യങ്ങൾ പറയുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ അതായത് ഇസ്രായേൽ പറയുന്നത് ഹമാസും കേൾക്കുന്നില്ല, ഹമാസ് പറയുന്നത് ഇസ്രായേലും കേൾക്കുന്നില്ല. അപ്പോൾ ഇതിൻ്റെ നടുക്ക് നിൽക്കുന്ന കൺട്രീസിനൊന്നും തന്നെ പ്രോപ്പറായിട്ട് കമ്മ്യൂണിക്കേഷൻ എത്തിക്കാൻ സാധിക്കുന്നില്ല എന്നാണ് പറയുന്നത്. ഇസ്രായേൽ കുറേയധികം ഹോസ്റ്റേജ് സ്വാപ്പ് നടത്തുന്നുണ്ടെങ്കിലും അവർ വെസ്റ്റ് ബാങ്കിൽ നിന്ന് കുറേയധികം ആൾക്കാരെ വീണ്ടും അറസ്റ്റ് ചെയ്യുന്നുണ്ട് എന്നാണ് ഹമാസ് പറയുന്നത്. എന്നാൽ ഇത് സത്യം തന്നെയാണ്. അതായത് ഇവരിവിടെ 100 പേരെ വിടുമ്പോൾ അവർ 1000 പേര് വീണ്ടും അവർ ക്യാപ്ചർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നാണ് പറയുന്നത്. ഇത് മാത്രമല്ല അതായത് ഇസ്രായേലിൻ്റെ ഏകദേശം 135 പേര് അവരുടെ കൈവശം ഉള്ളതുകൊണ്ട് തന്നെ ഇസ്രായേൽ പ്രൈം മിനിസ്റ്ററായ നെതന്യാഹു ഇതിനെ സ്വന്തം രാജ്യത്ത് തന്നെ വലിയ സ്ട്രൈക്സും അതുപോലെ തന്നെ സമരങ്ങളുമാണ് നടക്കുന്നത്. അതായത്
അതായത് അവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അതായത് നെതന്യാഹു ചെയ്യുന്ന ഇപ്പോൾ ഫുൾ മണ്ടത്തരമാണ്. അദ്ദേഹത്തിന് എത്രയും പെട്ടെന്ന് അവിടെ നിന്ന് അതായത് പ്രൈം മിനിസ്റ്റർ പദവിയിൽ നിന്ന് എടുത്തു കളയണം എന്നാണ് പറയുന്നത്. എന്നാൽ ഇതിനെക്കുറിച്ച് നെതന്യാഹു പറയുന്നത് എന്താണെന്ന് വെച്ചാൽ യുദ്ധം നടക്കുന്നുണ്ട്, ഇപ്പോൾ ഗവൺമെൻറ് ഗവൺമെൻറ്റിനെ മാറ്റാനൊന്നും സാധിക്കില്ല, അതുകൊണ്ട് യുദ്ധം തീരുന്നോടം വരെ ഞാൻ തന്നെ ആയിരിക്കും പ്രധാനമന്ത്രി എന്നാണ് അദ്ദേഹം അറിയിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഹമാസിനെതിരെയും കുറേയധികം പ്രൊട്ടസ്റ്റുകൾ അതായത് കുറേയധികം സമരങ്ങൾ ഗാസയിൽ നടക്കുന്നുണ്ട്. ഇതിൽ ഹമാസ് വേഴ്സസ് ഇസ്രായേൽ നടക്കുന്ന ആ ഒരു യുദ്ധമാണ്. ഇതിൽ ഹമാസ് ആണെങ്കിൽ ടണൽ സ്ട്രക്ചറിൽ പോയിട്ട് അവരും സേഫായി കഴിയുന്നു, അതുപോലെ തന്നെ ഇസ്രായേലിലുള്ള ആൾക്കാരെല്ലാം തന്നെ ഇസ്രായേലും സേഫായി ജീവിക്കുന്നു. പക്ഷേ ഈ ഗാസയിലുള്ള ഈ 11 ലക്ഷം ആൾക്കാരുടെ ജീവിതമാണ് ഇവിടെ ഒരു ചോദ്യചിഹ്നമായി മാറിയിരിക്കുന്നത്. അതായത് ഇവർക്ക് കുടിക്കാനുള്ള വെള്ളമില്ല, അതുപോലെ തന്നെ ഇവർക്ക് ഭക്ഷണമില്ല, തങ്ങാൻ ഒരു സ്ഥലമില്ല, ഏതാണ് സേഫസ്റ്റ് സ്ഥലം എന്ന് പോലും അറിയില്ല. കാരണം സേഫായി ഇരിക്കുന്ന സ്ഥലങ്ങളെല്ലാം ഇസ്രായേൽ തന്നെ പറയുന്നുണ്ടെങ്കിലും ആ ഒരു സ്ഥലങ്ങളിലെല്ലാം തന്നെ ഇസ്രായേൽ തന്നെ അവിടെ ബോംബ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് സത്യാവസ്ഥ. അപ്പോൾ ഇതുകൊണ്ട് ജനങ്ങൾക്ക് എന്ത് ചെയ്യണമെന്നറിയില്ല. അപ്പോൾ അവരുടെ പരമാവധി അതായത് അവരിലും പലരും അതായത് ഹമാസിനെതിരെ തന്നെ തിരിയുന്നു എന്നുള്ള ന്യൂസുകളാണ് പലപ്പോഴും വരുന്നത്. അപ്പോൾ ഇത് ഹമാസിനെ സംബന്ധിച്ചോളം വലിയൊരു തലവേദന തന്നെയാണ്. അതായത് അവിടെയുള്ള ജനങ്ങൾ തന്നെ സപ്പോർട്ട് ചെയ്യുന്നതിൽ അവർക്കും വലിയൊരു പ്രതിസന്ധി ഘട്ടം തന്നെയാണ് നേരിടാൻ പോകുന്നത്. അപ്പോൾ ഇതുകൊണ്ട് ജനങ്ങളാണ് ഏറ്റവും കൂടുതൽ സഫർ ചെയ്യുന്നത് എന്നുള്ളതിൽ യാതൊരുവിധ സംശയവുമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഹമാസിൻ്റെ ടണൽ സെക്ടറിൽ അതായത് ജനങ്ങളെ കൊണ്ടുപോകാൻ പറ്റില്ല എന്ന് അവർ ഓപ്പണായി പറഞ്ഞു. ശരി, ടണൽ സെക്ടറിൽ നിങ്ങൾ കൊണ്ടുപോകണ്ട, പക്ഷേ അവിടെയുള്ള ജനങ്ങൾക്ക് 3 നേരം ഭക്ഷണം കിട്ടുന്നില്ല, അതായത് പ്രോപ്പറായിട്ട് ഭക്ഷണം വെള്ളം കിട്ടുന്നില്ല. അപ്പോൾ അതിനുള്ള നടപടികൾ എന്തായാലും ഇസ്രായേൽ നോക്കില്ല, കാരണം അവരുടെ ജനങ്ങളല്ല അവിടെ ഉള്ളത്. ഇസ്രായേൽ കഴിയുന്നതും അവിടെയുള്ള ജനങ്ങളെ കൊന്നൊടുക്കാനോ അല്ലെങ്കിൽ അവിടെയുള്ള ജനങ്ങളുടെ അതായത് പട്ടിണിക്കിടാനോ അവർ പരമാവധി ശ്രമിക്കുകയുള്ളൂ. കാരണം അവർക്ക് ഹമാസിനെതിരെ തിരിയാനുള്ള ആ ചാൻസസ് എന്തൊക്കെ ഉണ്ടാകുമോ അതെല്ലാം ഒരുക്കി കൊടുക്കാനോ ഇസ്രായേൽ ശ്രമിക്കുകയുള്ളൂ. പക്ഷേ ഇവിടെ ഹമാസ് ആയിരുന്നു അവരുടെ ജനങ്ങളെ ജീവന തുല്യമായിട്ട് സ്നേഹിച്ച് പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടത്. അതിൽ ഹമാസിൻ്റെ വലിയൊരു വീഴ്ച പറ്റി എന്നുള്ളതിൽ യാതൊരുവിധ സംശയവുമില്ല. അപ്പോൾ ഇനിയെങ്കിലും അതായത് ഇസ്രായേലിലോട്ട് വരാൻ വേണ്ടി അതുപോലെ തന്നെ ഇസ്രായേലിനെ അതായത് പലസ്തീനിലുള്ള ജനങ്ങളെ സഹായിക്കാൻ വേണ്ടി 100 കണക്കിനുള്ള രാജ്യങ്ങൾ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൽ നമ്മുടെ ഇന്ത്യയിൽ തന്നെ കുറേയധികം എയ്ഡുകൾ പോയിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം തന്നെ അതായത് ഞങ്ങൾ സെക്യൂരിറ്റി കൊടുക്കാം എന്ന് പറഞ്ഞ് അവർ മുന്നോട്ട് വന്നിട്ട് അവിടെയുള്ള ജനങ്ങൾക്ക് ആ ഫുഡെല്ലാം എത്തിച്ചു കൊടുക്കണം എന്നുള്ളതാണ് പലരുടെയും അഭിപ്രായം. അതുമാത്രമല്ല അമേരിക്ക പോലെയുള്ള വലിയ വലിയ രാജ്യങ്ങളെല്ലാം ഇസ്രായേലിനെ പ്രഷർ ചെയ്യണം. അതായത് ഇനിയെങ്കിലും അതായത് യുദ്ധം കുറച്ച് ഒന്ന് റിലാക്സ് ചെയ്ത് ആൾക്കാർക്ക് ഏതാണോ സേഫസ്റ്റ് സ്ഥലം അവിടെ പറഞ്ഞ് അവിടെ ഒരു യുദ്ധം അതായത് അവിടെ ബോംബൊന്നും ചെയ്യാതെ അവിടെയുള്ള ജനങ്ങളെ അവിടെ ചെന്ന് നിൽക്കാൻ പറഞ്ഞ് അവർക്ക് ഫുഡെല്ലാം തന്നെ എത്തിച്ചേർക്കാൻ വേണ്ടി അമേരിക്ക പോലെയുള്ള രാജ്യങ്ങൾ ഇതിൽ മുന്നോട്ട് വന്നാൽ മാത്രമോ അവിടെയുള്ള ജനങ്ങൾ പ്രോപ്പറായിട്ട് ജീവിക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഈ യുദ്ധം തീരുന്നതിൻ്റെ ഒപ്പം തന്നെ അവിടെയുള്ള 11 ലക്ഷം ആൾക്കാരും വാനിഷ് ആവും എന്നുള്ളത് യാതൊരുവിധ ഡൗട്ടുമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അതായത് അവിടെ പട്ടിണി കാരണം കുറേ പേര് മരണപ്പെടും. അതുപോലെ തന്നെ ഇങ്ങനെ ഓരോ സ്ഥലത്തുനിന്ന് ഇങ്ങനെ എക്സ്കലേറ്റ് ആയിക്കൊണ്ടേ ഇരിക്കുകയാണ് യുദ്ധം. ഇതുകൊണ്ട് അതായത് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ പലതരത്തിലുള്ള വൈറസുകളും മ്യൂട്ടായിട്ട് അവിടെയുള്ള ജനങ്ങളെ ബാധിച്ചിട്ടുണ്ടാവും എന്നാണ് പറയുന്നത്. അവർക്കെല്ലാം പ്രോപ്പറായിട്ട് ഒരു മെഡിക്കൽ ഫെസിലിറ്റി പോലും ഇല്ലാത്തതുകൊണ്ട് ഈ 11 ലക്ഷം ആൾക്കാരുടെ ജീവിതവും ഒരു ചോദ്യം ചിഹ്നമാണെന്നുള്ളതിൽ യാതൊരുവിധ സംശയവുമില്ല. ഇനി അവർ പറയുന്ന അടുത്ത ഏറ്റവും വലിയൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ അതായത് ഗാസയിൽ സെക്യൂരിറ്റി റീസ്റ്റോർ ചെയ്യണമെന്ന്. അതായത് ഹമാസിനെ മൊത്തമായിട്ടും തുടച്ച് കളഞ്ഞിട്ട് അവിടുത്തെ സെക്യൂരിറ്റി മൊത്തം ഇസ്രായേലിൻ്റെ കൺട്രോളിലൂടെ വരും. അപ്പോൾ ഇസ്രായേലിൻ്റെ അടുത്ത് ഒരു പ്രസ് മീറ്റിൽ ചോദിക്കുമ്പോഴും അവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അതായത് ഞങ്ങളുടെ ഗവൺമെൻറ് അവിടെയുള്ള ജനങ്ങളെ ഒരിക്കലും ഭരിക്കാൻ നിൽക്കില്ല, പക്ഷേ അതിൻ്റെ ഫുൾ സെക്യൂരിറ്റി കൺട്രോളും ഞങ്ങളുടെ കയ്യിലായിരിക്കും. അതായത് ഞങ്ങളായിരിക്കും അവിടുത്തെ സെക്യൂരിറ്റി ഫുള്ളായിട്ടും കൊടുക്കാൻ പോകുന്നത് എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇതിൻ്റെ തുല്യം എന്താണെന്ന് വെച്ചാൽ അതായത് ഇസ്രായേൽ ആയിരിക്കും കൺട്രോൾ ചെയ്യുന്നത്, ഇസ്രായേലിനെ അനുകൂലിക്കുന്ന ഒരു ഗവൺമെൻറ്റിനെ ആയിരിക്കും ഇസ്രായേൽ അവിടെ സപ്പോർട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇസ്രായേലിനെ അനുകൂലിക്കാത്ത ഏതെങ്കിലും ഒരു ഗവൺമെൻറ് വരികയാണെങ്കിൽ അത് ഇസ്രായേൽ ഡെഫിനറ്റായിട്ടും എടുത്തു കളയും. അപ്പോൾ ഈ ഒരു കാര്യമാണ് അവർ പ്രധാനമായും ലക്ഷ്യമിടുന്നത്. അതായത് ഇസ്രായേൽ ഭരിക്കില്ല എന്ന് പറയുന്നുണ്ടെങ്കിലും ഫുൾ കൺട്രോളും ഇസ്രായേലിൻ്റെ കയ്യിൽ തന്നെയായിരിക്കും എന്നാണ് എല്ലാവരും പറയുന്നത്. അപ്പോൾ ഈ ഒരു കാര്യത്തിൽ അതായത് ഫുള്ളായിട്ടും യുദ്ധം കഴിഞ്ഞു കഴിഞ്ഞാലോ അവർക്ക് പൂർണ്ണ സക്സസ് കൊണ്ടുവരാൻ സാധിച്ചോ എന്നുള്ള കാര്യം അവർക്ക് പറയാൻ പറ്റുള്ളൂ. ഇനി 5ാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ എക്കണോമിക് ഡെവലപ്മെൻറ്റ്. അതായത് ഇസ്രായേൽ അവിടെ കൊണ്ടുവരുമ്പോൾ അവർ ഫുള്ളായിട്ടും അതായത് ഡെവലപ്പ് ആവും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും എക്കണോമി ഇസ്രായേലിനെ സംബന്ധിച്ചോളം വലിയ രീതിയിലാണ് അവർക്ക് തിരിച്ചടി കിട്ടിയിരിക്കുന്നത്. അതായത് ഇപ്പോൾ ഹൗദിയിലുള്ള അതായത് ഹൗദി പോരാളികൾ കാരണം കൊണ്ട് അതായത് ഇസ്രായേലിന് വലിയ രീതിയിലുള്ള തിരിച്ചടിയാണ് കിട്ടിയിരിക്കുന്നത്. അതായത് റെഡ് സീയിലൂടെ വരുന്ന കപ്പലുകളെല്ലാം തന്നെ പ്രോപ്പറായിട്ട് നടക്കാൻ കഴിയുന്നില്ല. അത് അമേരിക്കൻ്റെ കപ്പൽ തന്നെ ഹൗദി അറ്റാക്ക് ചെയ്യുന്നു എന്നുള്ള ന്യൂസുകളാണ് പുറത്തു വരുന്നത്. അപ്പോൾ ഇതിനെക്കുറിച്ച് ഫുള്ളായിട്ട് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അതായത് റെഡ് സീയിൽ ഹൗദിയും അമേരിക്കയും തമ്മിൽ നടക്കുന്ന ആ ഒരു യുദ്ധത്തിനെ കുറിച്ച് നിങ്ങൾക്ക് ആ വീഡിയോ കാണണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ അതായത് നിങ്ങൾ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ചെക്ക് ചെയ്താൽ മതി, നിങ്ങൾക്ക് തീർച്ചയായിട്ടും ആ വീഡിയോൻ്റെ ലിങ്ക് കിട്ടുന്നതാണ്. അപ്പോൾ അതേപോലെ തന്നെ അതായത് ഇങ്ങനെയുള്ള പല പ്രശ്നം കൊണ്ട് തന്നെ ഇസ്രായേലിൻ്റെ എക്കണോമി വലിയ രീതിയിൽ
രീതിയിലുള്ള ഡൗണിലോട്ടാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ റഷ്യ യുക്രൈൻ വാർ നടക്കുന്നുണ്ടെങ്കിലും റഷ്യയുടെ എക്കണോമി വലിയ രീതിയിൽ നിന്നും ഡൗൺ ആക്കാൻ അമേരിക്കയ്ക്ക് സാധിച്ചില്ല. പക്ഷേ ഇതിൽ അമേരിക്കേൻ്റെ സപ്പോർട്ട് ഉണ്ടെങ്കിലും ഇസ്രായേലിൻ്റെ എക്കണോമി താഴോട്ട് തന്നെയാണ് പോകുന്നത് എന്നാണ് എല്ലാ എക്സ്പേർട്സും ഇപ്പോൾ പറയുന്നത്. അത് തലയാട്ടിക്കൊണ്ട് അവിടെ നിയമം പാസ്സാക്കുന്ന ഒരു ഗവൺമെൻറ്റിനെ അവിടെ കൊണ്ടുവരണം എന്നുള്ളത് തന്നെ ഇസ്രായേലിൻ്റെ ആദ്യം തൊട്ടുള്ള ഒരു ലക്ഷ്യം. അതിലോട്ട് തന്നെയാണ് അവരിപ്പോൾ കൃത്യമായി നീക്കിക്കൊണ്ടിരിക്കുന്നത്. അത് തന്നെയാണ് അവരവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ 100% ലാൻഡ് മാസിൽ ഏകദേശം 90% ലാൻഡ് മാസും അവർ പൂർണ്ണമായിട്ടും തകർത്തെറിഞ്ഞു കഴിഞ്ഞു. ഇനി ഒരു 10% മാത്രമേ ഉള്ളൂ. അടുത്തൊരു റമദാൻ കഴിയുമ്പോൾ തന്നെ അവർ ആ 10% നശിപ്പിക്കും എന്നുള്ളതിൽ യാതൊരുവിധ സംശയവുമില്ല. ഇനി അവരുടെ ഗോൾ നമ്പർ 8 എന്താണെന്ന് വെച്ചാൽ അതായത് വെസ്റ്റ് ബാങ്കിലുള്ള വയലൻസ് ഫുള്ളായിട്ടും തീർക്കണം. അതായത് ജെറുസലേമിലുള്ളതും അതുപോലെ തന്നെ അൽ അക്സ മോസ്കിലെല്ലാം നടക്കുന്ന വയലൻസുകൾ ഫുള്ളായിട്ടും തീർത്തിട്ട് അവിടെ ഒരു പീസ് കൊണ്ടുവരണം എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഒരു കാര്യം അവർ സക്സസ് ആയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് അവർ വെസ്റ്റ് ബാങ്കിൽ നോക്കുകയാണെങ്കിൽ നമ്മൾ അതായത് ദിവസക്കണക്കിന് ഓരോ ദിവസവും 100 കണക്കിന് ജനങ്ങളെയാണ് അവർ ഹമാസിനെ സപ്പോർട്ട് ചെയ്തു എന്ന് പറഞ്ഞ് അറസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിലെല്ലാം തന്നെ കൃത്യമായ ഒരു വ്യക്തമാണ് അടുത്ത 9ാമത്തെ പ്ലാനിലോട്ട് വേണ്ടിയാണ് അവർ ഇതെല്ലാം തന്നെ എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. 9ാമത്തെ പ്ലാനാണ് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ ആ ഒരു ഇമ്പോർട്ടൻറ്റ് പ്ലാൻ. അതായത് റമദാൻ മാസത്തിന് വേണ്ടി ഇസ്രായേൽ ഇപ്പോൾ കാത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ റമദാനിൽ എന്തായാലും എല്ലാവരും ഫാസ്റ്റിംഗ് ആയിരിക്കും, മുസ്ലിം രാജ്യങ്ങളെല്ലാം. അതായത് റമദാൻ മാസത്തിൽ എല്ലാ ജനങ്ങളും ഫാസ്റ്റിംഗ് ആയിരിക്കും. ഇതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ അതായത് ആ ഒരു മാസം കൂടുതലായിട്ടും ക്രൂഷ്യൽ ആയിരിക്കും. അതായത് ഹമാസിനാണെങ്കിലും യുദ്ധം ചെയ്യാനുള്ള അതായത് മറ്റ് മാസങ്ങളിൽ യുദ്ധം ചെയ്യുന്ന ആ ഒരു എഫക്റ്റീവ്നെസ് ആ ഒരു മാസം ഉണ്ടാവുമോ എന്നുള്ളത് തന്നെ വളരെയധികം സംശയമാണ്. അതുപോലെ തന്നെ ഈ ഒരു റമദാൻ മാസം അൽ അക്സ എന്ന് പറയുന്ന ആ ഒരു മോസ്കിലോട്ട് എല്ലാവരും നിസ്കരിക്കാൻ വേണ്ടി 5 നേരം നിസ്കരിക്കാൻ വേണ്ടി എല്ലാവരും എത്തിച്ചേരുന്നതാണ്. അപ്പോൾ ഈ ഒരു സമയത്താണ് ഇസ്രായേൽ ഒരു അനൗൺസ്മെൻറ്റ് നൽകിയിരിക്കുന്നത്. അതായത് ഈ ഒരു പള്ളിയിലെ ഫുൾ സെക്യൂരിറ്റിയും ഞങ്ങളുടെ കൺട്രോൾ ആണെങ്കിൽ പോലും ഞങ്ങൾക്ക് ഫുൾ സെക്യൂരിറ്റിയും കൊടുക്കാൻ സാധിക്കില്ല എന്ന് അവർ ഓപ്പണായി തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ അതായത് ഈ ഒരു മാസത്തിൽ ആരെല്ലാം വരികയാണെങ്കിലും അവർക്ക് പൂർണ്ണ സെക്യൂരിറ്റി നൽകില്ല. അതായത് അവിടെ വന്ന് വല്ല ബോംബ് അറ്റാക്കിങ് നടന്നു കഴിഞ്ഞാലും ഇസ്രായേൽ ഒരു തരത്തിലും അവർ അതായത് അതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കില്ല എന്നാണ് പറയുന്നത്. അതായത് നിങ്ങൾ റമദാൻ മാസത്തിൽ ആ പള്ളിയിൽ പോകുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ റിസ്ക്കാണ്, അതിന് ഇസ്രായേലുമായിട്ട് ഒരു ബന്ധവും ഇല്ല എന്ന് ഓപ്പണായിട്ട് തന്നെ അവരിവിടെ വ്യക്തമാക്കി. അപ്പോൾ ഈ ഒരു മാസത്തിൽ അതായത് ആ ഒരു പള്ളിയിലോട്ട് പോകാൻ തന്നെ വലിയ രീതിയിൽ റെസ്ട്രിക്ഷൻസ് ഉണ്ടാവും. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു പള്ളിയിൽ ജ്യൂസിനും പോകാൻ അലോഡാണ്. അപ്പോൾ ഈ ഒരു മാസത്തിൽ ചിലപ്പോൾ വേണമെന്ന് വെച്ചിട്ടാണ് ഇസ്രായേൽ ജ്യൂസിനെയും അവിടെ വിടാൻ ചാൻസസ് ഉണ്ട് എന്നാണ് പറയുന്നത്. അതിൽ നിന്ന് വലിയ വലിയ ചെയേഴ്സ് ഉണ്ടായിട്ട് അവിടെ ഒരു പ്രശ്നം ഉണ്ടാവാനും ചാൻസസ് ഉണ്ട്. ഇതുകൊണ്ട് അവിടെ ഒരു പ്രശ്നമുണ്ടാക്കി അവിടെ അതായത് ആ ഒരു പള്ളി മൊത്തമായിട്ടും അടച്ചിടാനും ചാൻസസ് കൂടുതലാണ്. അതായത് അവിടെ ഒരു പ്രശ്നം വരികയാണെങ്കിൽ ആ ഒരു സെക്യൂരിറ്റി ഇഷ്യൂസ് കാണിച്ചുകൊണ്ട് ഇസ്രായേൽ ആ ഒരു പള്ളി മൊത്തം അടച്ചിടാനുള്ള ചാൻസസും കൂടുതലാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ റമദാൻ മാസം അവിടെയുള്ള ജനങ്ങളെ സംബന്ധിച്ചോളം ഏറ്റവും വലിയൊരു കഷ്ടമാണ്. അപ്പോൾ കഴിഞ്ഞ 4 മാസത്തെ കേസസ് എടുത്തു നോക്കുകയാണെങ്കിലും എല്ലാവർക്കും റമദാൻ പോലെ തന്നെയായിരുന്നു എന്നുള്ളതാണ് സത്യം. കാരണം എന്താണെന്ന് വെച്ചാൽ ഫാസ്റ്റിങ്ങിലായിരുന്നു അവിടെയുള്ള ജനങ്ങൾ. കാരണം എന്താണെന്ന് വെച്ചാൽ അവർക്ക് ഫുഡ് കിട്ടുന്നില്ല, വെള്ളം കിട്ടുന്നില്ല. പിന്നെ എന്ത് ചെയ്യും? ഈ ഒരു യുദ്ധം തുടങ്ങി ഈ ഒരു ദിവസം അതായത് 4 മാസമായപ്പോൾ തന്നെ ഏകദേശം 30,000-ലും അധികം സിവിലിയൻസിനെ കൊന്നു എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. ഇതിനെ പൂർണ്ണമായിട്ടും ഇസ്രായേൽ എതിർക്കുന്നുണ്ടെങ്കിലും സത്യം എന്താണെന്ന് വെച്ചാൽ അതായത് 30,000-ലും അധികം ഇല്ലെങ്കിലും ഒരു 30,000 ആൾക്കാരോളം ഇസ്രായേൽ കൊന്നൊടുക്കി എന്നുള്ളതിൽ യാതൊരുവിധ സംശയവുമില്ല. അപ്പോൾ ഇത്രയും പേരെ കൊന്നൊടുക്കിയിട്ടും അതായത് ഇസ്രായേലിൻ്റെ ലക്ഷ്യം കറക്റ്റാണ്. അതായത് അവരത് വിജയിച്ച് പോകുന്നുണ്ട്. പക്ഷേ ഹമാസാണ് ഇതിൽ ഏറ്റവും വലിയൊരു തെറ്റ് ചെയ്തത് എന്നാണ് എല്ലാവരും പറയുന്നത്. കാരണം ഒക്ടോബർ 7-ാം തീയതി നടത്തിയ ആ ഒരു അറ്റാക്ക് പൂർണ്ണമായിട്ടും ഒരു ടെററിസ്റ്റ് അറ്റാക്ക് ആയിട്ടാണ് ഇന്ത്യ പോലെയുള്ള രാജ്യങ്ങൾ പറയുന്നത്. എന്നാൽ ഇപ്പോൾ ഇന്ത്യ പോലെയുള്ള രാജ്യങ്ങൾ പറയുന്നത് അതായത് പാലസ്തീൻ എന്ന് പറഞ്ഞ ആ ഒരു രാജ്യം സെപ്പറേറ്റ് ആയിട്ട് വേണം. പക്ഷേ ഒക്ടോബർ 7-ാം തീയതി നടന്നത് അതൊരു ടെററിസ്റ്റ് അറ്റാക്കാണ്, അതിനെ ഒരിക്കലും അപ്പോളജൈസ് ചെയ്യാൻ പറ്റില്ല എന്നാണ് ലോകരാജ്യങ്ങൾ പറയുന്നത്. അപ്പോൾ ഇതിൽ ഹമാസ് അമിതവേഗം ആവേശം കാണിച്ചുകൊണ്ട് അവർ കുറേയധികം തെറ്റുകൾ ചെയ്തിട്ടുണ്ടെങ്കിലും ഇനിയെങ്കിലും ഇസ്രായേൽ അതായത് ഹമാസിനെ ടാർഗറ്റ് ചെയ്യണം, അല്ലാണ്ട് അവിടെയുള്ള സിവിലിയൻസിനെ ടാർഗറ്റ് ചെയ്യരുത് എന്നുള്ളതാണ് എല്ലാവരുടെയും അഭിപ്രായം. ഇസ്രായേൽ പറയുന്ന നോർത്തേൺ ഗാസയിൽ ഞങ്ങൾ അറ്റാക്ക് ചെയ്യുമെന്ന് പറഞ്ഞ് അവർ സദേനിലോട്ട് വരുമ്പോൾ അവർ സദേനിൽ വന്ന് അറ്റാക്ക് ചെയ്യുന്നു. ഇതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ ജനങ്ങൾക്ക് എവിടെ പോകണമെന്നറിയില്ല. അതുപോലെ തന്നെ എവിടെ പോയാലും ഇസ്രായേൽ അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ഷെൽട്ടറുള്ള സ്ഥലങ്ങളെല്ലാം പൂർണ്ണമായിട്ടും നശിപ്പിച്ച് കളയുന്നു. അതുപോലെ തന്നെ എല്ലാ കാര്യത്തിലും ഇസ്രായേൽ അതായത് ഇസ്രായേൽ നടപ്പിലാക്കണം എന്ന് കരുതുന്ന എല്ലാ കാര്യങ്ങളിലും അവർ സക്സസ് തന്നെയാണ്. അതായത് ഇപ്പോൾ നിങ്ങൾ പറഞ്ഞാണ് ഞാൻ ഒരു പ്രോ ഇസ്രായേൽ ആയതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നതെന്ന് പറയുന്നുണ്ടെങ്കിലും അതിൽ യാതൊരുവിധ വിഷമവും എനിക്കില്ല. അതായത് എന്താണ് ഗാസയിൽ നടക്കുന്നത് എന്നുള്ള കാര്യമാണ് നമ്മളിവിടെ ഓപ്പണായി പറയുന്നത്. അതായത് നിങ്ങൾ വിശ്വസിക്കുന്ന കുറേ യൂട്യൂബ് ചാനലുകൾ പറയുന്നുണ്ടാവും അതായത് നമ്മൾ ജയിച്ചുകൊണ്ടിരിക്കുകയാണ്, ഹമാസ് ജയിച്ചുകൊണ്ടിരിക്കുകയാണ്, ഏതാനും ദിവസങ്ങൾ കൊണ്ട് തന്നെ ഇസ്രായേൽ ഇവിടെ തോറ്റു പിന്മാറുന്നത്. അത് ഒരിക്കലും നടക്കാൻ പോകുന്നില്ല. അതായത് ഏതെങ്കിലും ഒരു ട്വിസ്റ്റ് അതായത് ഇതുവരെ നടക്കുന്ന ഒരു യുദ്ധമാണെങ്കിൽ അതിൽ തീർച്ചയായിട്ടും ഇസ്രായേൽ തന്നെ ജയിക്കാൻ പോകുന്നുള്ളൂ. ഇനി എന്തെങ്കിലും ട്വിസ്റ്റ് അതായത് ഹിസ്ബുള്ളെ
ഹൗദി അതുപോലെ തന്നെ അങ്ങനെയുള്ള ഇറാനെല്ലാം ഡയറക്റ്റ് വന്ന് കളത്തിൽ ഇറങ്ങിയാൽ മാത്രമോ അതിൽ ഹമാസിന് എന്തേലും ഒരു പിടിവലി ഉണ്ടാവുള്ളൂ എന്നുള്ള ഒരു സംശയവുമില്ല. പക്ഷേ ഇത്രയും രാജ്യങ്ങൾ ഒരുമിച്ച് വരുമ്പോൾ വേൾഡ് രാജ്യങ്ങളായ അതായത് അമേരിക്ക UK തുടങ്ങിയ രാജ്യങ്ങളും അതിൽ ഡയറക്റ്റായിട്ട് എത്തിച്ചേരാനും ചാൻസസ് ഉണ്ട്. കാരണം അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ ഇത് വേൾഡ് വാർ 3 ആയിട്ട് തന്നെ എക്സ്കലേറ്റ് ആവാൻ ചാൻസസ് ഉണ്ട്. അപ്പോൾ ഇതെല്ലാം തന്നെ ഒഴിവാക്കാൻ വേണ്ടിയാണ് എല്ലാ സംഘടനയും പരമാവധി ഇല്ലാണ്ടായിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഈ ഒരു റമദാൻ മാസം അവിടെയുള്ള ജനങ്ങളെ സംബന്ധിച്ചോളം ഏറ്റവും വലിയൊരു ക്രൂഷ്യൽ മാസം തന്നെയാണ്. അതായത് അവർക്ക് പ്രോപ്പറായിട്ടുള്ളൊരു ഫുഡ് കിട്ടുമോ എന്നുള്ളൊരു കാര്യം തന്നെ വലിയൊരു സംശയമാണ്. അപ്പോൾ എല്ലാ രാജ്യങ്ങളും ഇപ്പോൾ തന്നെ പ്രോപ്പറായി അതിൽ ഇടപെട്ടിട്ട് അതായത് റമദാൻ മാസത്തിൽ അതായത് അവിടെയുള്ള ജനങ്ങൾക്കെല്ലാം തന്നെ ഒരു സ്ഥലം ഫുള്ളായിട്ടും സേഫ്റ്റി മെഷേഴ്സിന് വേണ്ടി കൊടുത്തിട്ട് അതിൽ അതായത് അവിടെയുള്ള ജനങ്ങൾക്കെല്ലാം പ്രേ ചെയ്യാം, അതുപോലെ തന്നെ അവർക്ക് അവിടെ റെസ്റ്റ് എടുക്കാം എന്ന് പറഞ്ഞ് ആ ഒരു സ്ഥലം കൊടുത്തതിന് ശേഷം മറ്റ് സ്ഥലത്ത് ഹമാസിൻ്റെ ടണൽ സ്ട്രക്ചർ ഡിസ്ട്രോയ് ചെയ്യുക അതെല്ലാം തന്നെ ഇസ്രായേലിൻ്റെ ഇഷ്ടമാണ്. പക്ഷേ അവിടെയുള്ള ജനങ്ങളെ ഒന്നും ചെയ്യരുത് എന്ന് പറഞ്ഞ് എല്ലാ രാജ്യങ്ങളും പ്രഷറൈസ് ചെയ്യണം എന്നാണ് എൻ്റെ അഭിപ്രായം. നിങ്ങളുടെ അഭിപ്രായം എന്താണ്? താഴെ കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുക. അപ്പോൾ ഇതിൽ ആർക്കെങ്കിലും എന്തെങ്കിലും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുക. നമ്മൾ അതിനെക്കുറിച്ചെല്ലാം റിപ്ലൈ ചെയ്യുന്നതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ താഴെ തംസ് ബട്ടൺ, സബ്സ്ക്രൈബ് ബെൽ ഐക്കൺ അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലിയും ഷെയർ ചെയ്യാൻ മറക്കരുത്. സീ യു നെക്സ്റ്റ് വീഡിയോ.